ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അത്ഭുതവാനും അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനും താൻ മാത്രം അവർത്തിനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവം തൻ്റെ കരുണയും കൃപയും നമ്മുടെ മേൽ ധാരാളമായി വർഷിക്കട്ടെ. ഒരു ദിവസം കൂടെ, ഒരു ദിനം കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവം പ്രദാനം ചെയ്തതിനായിട്ട് ദൈവത്തിന് സ്തുതി, ദൈവത്തിൻ്റെ മഹത്വം. എല്ലാം നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ദൈവനാമമഹത്വത്തിനായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഇടയായി തീരേണ്ടതിനായി നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് പ്രാപ്തരാക്കട്ടെ, നമ്മളെ ശുദ്ധീകരിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മൾ തിരുവെഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ ദൈവിക ജ്ഞാനത്താലും ദൈവകൃപയാലും അവിടുത്തെ ഹിതപ്രകാരം നമ്മൾ വർദ്ധിക്കുവാൻ അതിനെല്ലാം നമ്മളെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ മനോഹരമായ പ്രകൃതിയെ മുഴുവൻ ക്രമീകൃതമായി വിവരിക്കുന്ന ഒരു സങ്കീർത്തനം. ചെറുത് മറ്റുള്ളത് നോക്കുമ്പോൾ വിവരണത്തിന് എത്രയും മതിയോ എന്ന് ചിന്തിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഒരു വ്യക്തി പറയുണ്ടായി, ബൈബിൾ തുറക്കുമ്പോൾ തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ വാക്കുകൾ തന്നെ വിശ്വസിച്ചാൽ തുടർന്നുള്ള വാചനങ്ങൾ നിനക്ക് അത് മഹത്തരമായിരിക്കും. കാരണം എത്രമാത്രം ലളിതമായി എന്നാൽ ഗഹനമേറിയ കാര്യം അത് വളരെ ലളിതമായി വിവരണത്തിൽ കൂടെ വിവരിച്ചിരിക്കുന്ന തിരുവെഴുത്ത് മാത്രമാണ്. തുടർന്നുള്ള അതിൻ്റെ ഓരോ പ്രബോധനങ്ങളിലും തുടർന്നുള്ള പുസ്തകങ്ങളിലും ഗ്രന്ഥകാരന്മാരിലുമൊക്കെ അവരൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഓരോ വശത്തു നിന്നും. ഇപ്പോൾ ഒരു വശത്തെ ഒരു കാര്യത്തെ ഒരു വ്യക്തി ഇപ്പോൾ ഒരു യാത്ര പോകുന്നു, ഒരു 4 പേര് യാത്ര പോകുന്നു ഒരു സ്ഥലത്തേക്ക്, ഒരേ സ്ഥലത്തേക്ക് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കുന്നിരിക്കട്ടെ. അവർ പോയിട്ട് തിരിച്ചു വന്ന് അവർ കണ്ട കാഴ്ചകളെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ 4 പേരും ഒരേ സ്ഥലത്തുകൂടെ ഒരേ ദൃശ്യങ്ങളൊക്കെ കണ്ടാണ് സഞ്ചരിച്ചതെങ്കിലും അവരുടെ വിവരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരാൾ കണ്ടതുപോലെ, ഒരു വസ്തുവിനെ കണ്ടതുപോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി കാണുന്നത്. ഒരു വ്യക്തി ഒരു സംഭവം ദർശിച്ച് കാണും, എന്നാൽ വേറെ വ്യക്തി പോയപ്പോൾ ആ സംഭവം അവിടെ കാണുകയില്ലായിരിക്കാം. അങ്ങനെ വ്യത്യസ്ത വിവരണങ്ങളായിരിക്കാം അതിൽ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ഓരോ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ, ഇപ്പോൾ സുവിശേഷങ്ങൾ തന്നെ ചിലർ പറയും അതിനകത്ത് അതിൻ്റെ കോൺട്രവേഴ്സി ഉണ്ടെന്നൊക്കെ പറയും. കോൺട്രവേഴ്സി അല്ല, അവർ ദർശിച്ച ദർശനങ്ങൾ അല്ലെങ്കിൽ ഇവർ കേട്ടറിഞ്ഞത് വ്യത്യസ്തമായ രീതികളിലാണ്. അത് നമുക്ക് ഡിനോട്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നു, അതിൻ്റെ സത്യം ഇതാണ്, അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് നമ്മളെ പ്രബോധിപ്പിക്കുവാനായിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ സങ്കീർത്തനത്തിൽ ഈ സങ്കീർത്തകൻ ഈ ഭൂമിയുടെ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ ദൈവിക വിജ്ഞാനത്തിൽ, ആ ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞ് അദ്ദേഹം എഴുതുകയാണ്. അവിടെ നമുക്ക് വലിയ ആത്മീക സത്യങ്ങളത് പകർന്നു തരുന്ന ഒരിതാണ്, പ്രകൃതിയിലെ കാണുന്ന ഒരു സത്യമാണ്. നമ്മൾ 18 വരെ, ഇന്നലെ 16 മുതൽ 18 വരെയുള്ള ചിന്തിച്ചു. ഇനി 19 മുതൽ നമുക്ക് വായിക്കാം. അവിടെ കാണുന്നു 104 സങ്കീർത്തനം 19 വാക്യം മുതൽ. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തൻ്റെ അസ്തമയത്തെ അറിയുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. യഹോവേ, നിൻ്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിൻ്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു പോർഷനാണ്. ഇനി അടുത്തത് മറ്റൊരു സിയെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളിലേക്കാണ് മറ്റുള്ള വാക്യങ്ങൾ പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തൻ്റെ അസ്തമയത്തെ അറിയുന്നതാണ്. സൂര്യൻ നിശ്ചലമായി തന്നെ നിൽക്കുകയാണ്, അത് ഭ്രമണം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ സൂര്യൻ ഉദിച്ച് അത് സഞ്ചരിച്ച് പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നില്ല. ഭൂമിയുടെ കറക്കം കൊണ്ട് നമുക്കത് അങ്ങനെ തോന്നുന്നതാണ്. ഭൂമിയാണ് കറങ്ങുന്നത്, ഭൂമിയാണ് ഭ്രമണം ചെയ്യുന്നത്. അങ്ങനെ കറങ്ങി വരുമ്പോൾ അത് കിഴക്കുദിക്കുന്നു എന്ന് പറയും, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയും. എന്നാൽ സൂര്യൻ അത് ചലിക്കുകയോ അതിങ്ങനെ സഞ്ചരിച്ച് ഭൂമിയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുകയും ചെയ്യുന്നില്ല. അത് ഭൂമിയുടെ ഭ്രമണം കൊണ്ട് സഞ്ചരിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വസ്തുതയാണ്. ഇവിടെ ചന്ദ്രനെ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെയാണ് വലിയ വെളിച്ചത്തെയും ചെറിയ വെളിച്ചത്തെയും നിർമ്മിച്ചത്. രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം, പകൽ വാഴുവാൻ വലിയ വെളിച്ചം എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചിന്തയിൽ ചിന്തിച്ചു, സൂര്യൻ പ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് മാത്രമാണ്.
എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശമോ സൂര്യനെ കവിഞ്ഞതാണ്. സൂര്യനെ നമുക്ക് നേത്രങ്ങൾ കൊണ്ട് നോക്കാൻ, അങ്ങനെ നോക്കുന്നവരൊക്കെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്ത് നോക്കി അതിനെ നേരിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ദൈവപ്രകാശം, ദൈവത്തിൻ്റെ തേജസ് അതാർക്കും കണ്ടു നിൽക്കാൻ പറ്റുകയില്ല. അത്ര തേജസ്സാണ് അത്. അതിന് വർണ്ണിക്കാൻ നമുക്ക് വാക്കുകൾ പോരാ. അത് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നട്ടുച്ചയ്ക്കാണ് സൂര്യനെ കവിഞ്ഞ ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണ് അന്ധമായി 3 ദിവസം കാണാതിരുന്നു. 3-ാമത്തെ ദിവസം അനന്യാസ് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ കണ്ണ് കാഴ്ച, ചെതുമ്പൽ പോലെ അവൻ്റെ കണ്ണിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. അവൻ കണ്ണ് കാഴ്ചയുള്ളവനായി എഴുന്നേറ്റ് സ്നാനമേറ്റ് ദൈവത്തിൻ്റെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. യേശുവിൻ്റെ സാക്ഷിയായി. അന്നുവരെയും ആ നിമിഷം വരെയും യേശുവിന് വിരോധിയായിരുന്നവൻ യേശുവിന് വേണ്ടി പ്രതിരോധകനാവുകയാണ്. അന്നുവരെയും എതിർത്തവൻ സംരക്ഷകനായിട്ട് മാറുകയാണ്. ദൈവസഭയെ എതിർത്തവൻ ദൈവസഭയുടെ സംരക്ഷകനായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സൂര്യൻ ഉദിക്കുന്നു, വലിയ വെളിച്ചമാണ്. ചന്ദ്രൻ ചെറിയ വെളിച്ചമാണ്. ഇവിടെ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു എന്ന് പറയുന്നത്. അത് വലിയൊരു പോർഷനുണ്ട്. ഈ ഇസ്രായേലിൽ ഇതൊക്കെ പറയും അമാവാസിയിലും പൂർണ്ണ അമാവാസിയിലും അത് പറയുന്നുണ്ട് കാലങ്ങളെക്കുറിച്ച്. അത് ഈ ദിവസങ്ങളെയൊക്കെ ക്രമീകരിക്കുന്നത് നമ്മൾ വലിയ ഇന്ന് കറുത്ത വാവാണ് അല്ലെങ്കിൽ ഇനി വെളുത്ത വാവാണെന്നൊക്കെ നമ്മൾ പറയും. പൗർണമി എന്ന് പറയും. അപ്പം ഇതൊക്കെ കാലനിർണ്ണയം ഇത്ര ദിവസം കൂടുമ്പോഴത് വരുന്നത്. ഈ കപ്പൽ യാത്രക്കാർക്ക് ഇത് വലിയ പ്രയോജനമാണ്, കാലനിർണ്ണയം, അതുപോലെ ദിശ നിർണ്ണയിക്കാൻ. ഇതൊക്കെ മാത്രമല്ല ചന്ദ്രൻ വലിയൊരു സോഴ്സാണ്. ആ ചന്ദ്രൻ്റെ ഭ്രമണത്തോടും ഭൂമിയുടെ അകൽച്ചയും തമ്മിൽ അതിൻ്റെ ഇത് വരുമ്പോൾ വലിയ വേരിയേഷൻസാണ്. വേലിയേറ്റത്തിന് എന്താ കാരണം? ചന്ദ്രൻ്റെ പ്രഭാവമാണ്. ചന്ദ്രൻ്റെ ഇതാണ് മൂവ്മെൻ്റാണ് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണമായി തീരുന്നത്. അപ്പോൾ ദൈവം എത്രമാത്രമാണ് അതിനെ, എത്ര ഇതായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതല്ലേ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. എത്രയോ നാൾക്ക് ശേഷമാണ് മനുഷ്യൻ ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പഠനത്തിലേക്കൊക്കെ ദൃശ്യ അനുഭവങ്ങളിലേക്കൊക്കെ ചെന്നെത്തുന്നതൊക്കെ. അപ്പോൾ ചന്ദ്രനും അത് വലിയൊരു സോഴ്സാണ്. കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തൻ്റെ അസ്തമയത്തെ അറിയുന്നു. ഇനി അവിടെ പറയാണ്, ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇരുട്ട് വരുത്തുന്ന ഒരു ദൈവം. എന്തിനാണ് ഇരുട്ട് വരുത്തുന്നത്? അത് സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ ഈ കാറുകളൊക്കെ മെയ്ഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യാണ്, അതിനകത്ത് ലൈറ്റ് ഫിറ്റ് ചെയ്യുക. വലിയ വില കോടികളൊക്കെ വരുന്ന കാറുകളുണ്ടെന്ന്, അതിനും അവർ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇരുളിൽ കൂടി സഞ്ചരിക്കേണ്ടി വരും, ഇരുട്ടിൽ കൂടി സഞ്ചരിക്കേണ്ടി വന്നേക്കാം നില വരും. അതിനുവേണ്ടി ഒരു മുൻപേ അത് മുൻകൂട്ടി എന്ത് ചെയ്യാണ്, വെളിച്ചം അതിനകത്ത് നിർമ്മിച്ച് വെക്കുകയാണ്. ലൈറ്റ് സിസ്റ്റംസ് അതിനകത്ത് അത് ക്രമീകരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഒക്കെ അനുഭവത്തിൽ കൂടി കടന്നു പോയേക്കാം. കുരുരു താഴെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറയുക. അതാണ് വെളിച്ചം എന്ന് പറയുക. എന്താണ് ദാവീദ് മറ്റൊരു സംഗതി, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും, ദാവീദ് പറയുകയാണ്. അപ്പോൾ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം അത് വെളിച്ചം അതാണ് ദൈവവിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഇരുളിൽ വരുമ്പോൾ നമുക്കിത് പ്രകാശമായി ദൈവം നമ്മോട് കൂടെ, ഇരുട്ടിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ. ഇവിടെ പറയുകയാണ്, ദൈവം ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാക്കുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഈ നമ്മൾ കൂട്ടിലടയ്ക്കും പക്ഷികളെയൊക്കെ, അല്ലെ ചില മൃഗങ്ങളെയൊക്കെ കൂട്ടിലടയ്ക്കും. അതിന് ഭക്ഷണത്തിന് വേണ്ടി നമ്മളതിൻ്റെ തുറന്നു വിടും അത് ഭക്ഷണം കഴിക്കും. പിന്നെ അതിനകത്ത് നമ്മൾ കൂട്ടിനകത്ത് കയറ്റും, അതിനെ ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രകൃതിയിലൊരു കൂടും ഒരു ലോക്കും ഒക്കെ ഉണ്ട് ദൈവത്തിന്. എന്താണ് ലോക്കെന്ന് പറയുന്നത്? ഇവിടെ ഇരുട്ട് വരുത്തുമ്പോൾ അത് സഞ്ചാരം അത് തുറന്നു വിടുകയാണ്, അത് ഓപ്പൺ ചെയ്യുകയാണ്, അതിന് രാത്രി സഞ്ചരിക്കാം. അപ്പോൾ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ സഞ്ചാരം തുടങ്ങുന്നു, അല്ലേ? വളരെ മനോഹരമാണ്. എന്നിട്ട് അവിടെ പറയണം, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. ഇപ്പോൾ രാത്രി ഇരുട്ട് വരുത്തുമ്പോൾ അത് പുറത്തിറങ്ങും, അതിന് അതിൻ്റെ ഡോർ തുറന്നു കൊടുത്തു ദൈവം. എന്നിട്ട് രാത്രി മുഴുവൻ ഇരയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്നു. ആ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു എന്ന് പറയുന്നത്. ദൈവം കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ ആ കരച്ചിലും ഈ ബാലസിംഹത്തിൻ്റെ അലർച്ചയും ഒരുപോലെ കേൾക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. കരയുന്ന കാക്ക നിസ്സാരമാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവൻ അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു, മറ്റു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയും, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി നിന്നോട് അലറുന്നു, അവ ദൈവത്തോട് നിങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും. ഇനി പറയാണ്, സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു.
അതിന് ലോക്ക് ചെയ്തു. എന്താ, സൂര്യോദയം വരുമ്പോൾ ഉടനെ അത് മടങ്ങുക, കൂട്ടിലേക്ക് കയറുക. അങ്ങനെ പ്രത്യേകിച്ചൊരു കേജൊന്നുമില്ല, പക്ഷെ ദൈവം ഉണ്ടാക്കിയ കേജുണ്ട്. ആ കേജിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇരുട്ടാണ്, അതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത് സണ്ണാണ്, സൂര്യനാണ്, വെളിച്ചമാണ്, ലൈറ്റാണ്. ആ സൂര്യൻ ഉദിക്കുമ്പോൾ അവ ചെന്ന് മടങ്ങുക, അത് തങ്ങളുടെ പാർപ്പിടങ്ങൾ ചെന്ന് കിടക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 23-ാമത്തെ വാക്യം, മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു. അപ്പോൾ അടുത്ത ഒരു പാർട്ടി ആരാണ്? മനുഷ്യൻ അതിനുള്ള സമയത്ത് വളരെ രസമായിട്ട് തോന്നുന്നു അല്ലേ? വളരെ ജ്ഞാനത്തിൻ്റെ ഒരു അത്യംഗതല്ലേ നമ്മളത് കാണുന്നു. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. യഹോവേ, നിൻ്റെ പ്രവർത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിൻ്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തൻ്റെ വേലയ്ക്കായി തന്നെ. ചിന്തിക്കുക, ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം അന്നത്തെ ഉള്ള ഒരു കാര്യം തന്നെയല്ലേ ഇന്ന് സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ വിജ്ഞാനമൊക്കെ വർദ്ധിച്ച വ്യത്യസ്തത വന്നിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ളവർ, അപ്പോൾ അതെങ്ങനെ ശരിയാകുന്നു? അതൊരു എന്താ അതിന് പറയുന്നത്, അതൊരു മനുഷ്യൻ്റെ പക്ഷേ അവർക്ക് മറ്റൊരു സമയം ലഭിക്കുന്നുണ്ടല്ലോ. അത് പറയുമ്പോൾ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നു, അതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്. അന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയല്ല നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ദൈവം വെച്ചൊരു ക്രമം, അത് പ്രകൃതിയിലൊരു ക്രമം ഇങ്ങനെയാണ്. എന്നാൽ അതും അതിൽ നിന്നും വ്യത്യസ്തമായുള്ള കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, കാവൽക്കാരൻ രാത്രി വധ ജാഗരിക്കുന്നു. അപ്പോൾ കാവൽക്കാർ രാത്രിയാണ് അവർ കാവൽ ചെയ്യുന്നത്. പക്ഷേ അവരുടെ ദൗത്യം അതിനാണ്. അതുകൊണ്ട് ആ രാത്രിയിൽ അവൻ ജോലി ചെയ്യുന്നില്ല എന്ന് തന്നെ അർത്ഥമില്ല. എന്നാൽ പൊതുവെയുള്ള ദൈവത്തിൻ്റെ ആ ക്രമീകരണം ഇങ്ങനെയാണ്. അതിലും എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. അത് മനുഷ്യൻ്റെ ഇതിനു വേണ്ടി തന്നെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയുള്ള ക്രമീകരണമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സന്ധ്യ വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഈ വെളിച്ചങ്ങൾ വലിയൊരു ഇത് വരുത്തുന്നുണ്ട്. വലിയ വെളിച്ചവും ചെറിയ വെളിച്ചവും. പകൽ വാഴുവാൻ വലിയ വെളിച്ചം സൂര്യൻ, രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം. അപ്പം നമ്മുടെ ജീവിതത്തിലും വലിയ വെളിച്ചങ്ങളുടെ അനുഭവങ്ങളുണ്ട്, സൂര്യപ്രകാശം ഉള്ളത്. ചിലരൊക്കെ സൂര്യനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചിലരൊക്കെ പറയും ഇന്നതിൻ്റെ സൂര്യൻ. ഒരു മനുഷ്യനെ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം അതെല്ലാം അസ്തമിക്കുന്നതാണ്. എന്നാൽ അസ്തമിക്കാത്തത് ദൈവമാകുന്ന നീതി സൂര്യനാകുന്ന യേശുവാണ്. അവിടെ നിന്നാണ് ഒരിക്കലും മാറ്റമില്ലാത്തത്. മറ്റുള്ള വ്യക്തികളോ സംഘടനകളോ സമൂഹങ്ങളോ ഒന്നും നമുക്ക് സൂര്യോദയങ്ങളല്ല, എന്ന സൂര്യനല്ല, അതൊക്കെ അസ്തമിച്ചു പോകുന്ന അല്ലേ, അവരെല്ലാം മാറ്റപ്പെടുന്നവരാണ്. എന്നാൽ നീതി സൂര്യനാകുന്ന യേശു, ദൈവഭക്തി, ദൈവവിശ്വാസം അതൊരിക്കലും അസ്തമിക്കാത്തതാണ്. നമ്മളെ അന്ത്യത്തോളം നടത്താൻ ശക്തമായിട്ടുള്ളതാണ്. ഇപ്പോൾ വലിയ വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചന്ദ്രൻ രാത്രിയിലാണ്. രാത്രിയിലും ആ ചന്ദ്രൻ്റെ പ്രകാശം എത്ര മനോഹരമാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ചില വീടുകളെ കണ്ടല്ലോ, കുറഞ്ഞ വോൾട്ട് രാത്രിയാകുമ്പോൾ വലിയ വെളിച്ചമൊക്കെ നിർത്തിയിട്ട് ലൈറ്റ് ചെറിയ വെട്ടം അല്ലേ, മിൽക്ക് ചെയ്ത് ചെറിയ വെട്ടം വിട്ടു എന്ന് പറഞ്ഞ പോലെ പ്രകൃതി, അതെല്ലാം മനുഷ്യൻ്റെ ദൈവം പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നത്. വലിയ വെളിച്ചം രാത്രി, പകല്, രാത്രി ചെറിയ വെളിച്ചം ചന്ദ്രൻ. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ. നല്ല സൂര്യോദയം പോലെ പ്രക്ഷോഭിതമായ ജീവിതത്തിൻ്റെ സാഹചര്യം കൂടെ കടന്നു പോകും. എന്നാൽ ചന്ദ്രൻ്റെ വെളിച്ചം മാത്രമുള്ള പതിയെ മങ്ങിയ വെളിച്ചത്തിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരും. അത് രണ്ടും ജീവിതത്തിലുള്ളതാണ്. പക്ഷെ അവിടെയെല്ലാം ദൈവ സാന്നിധ്യം നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തി നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുവാൻ ദൈവം സർവശക്തനാണ്. ദ ഓൾ മൈറ്റി ഗോഡ്, ദ ഓൾ മൈറ്റി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ഫീബിൾ ലൈഫ് ഏബിളാകുന്ന ദൈവത്തിൻ്റെ സർവശക്തിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ മെനഞ്ഞ് ഞങ്ങളുടെ ഉടയവനെ, ഞങ്ങളുടെ സൃഷ്ടാവാൻ ദൈവമേ, ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഒരു സൃഷ്ടി എന്ന നിലയിൽ ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് എന്താഗ്രഹിക്കുന്നു, നിൻ്റെ സ്വരൂപത്തിലും സദൃശ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളെക്കുറിച്ച്, യേശുവെ നിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഞങ്ങളെക്കുറിച്ച് അങ്ങ് എന്തുദ്ദേശിക്കുന്നു, ആ ഉദ്ദേശത്തിനായി ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു. അവിടുത്തെ കാര്യം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുന്നു. അവിടുത്തെ കാര്യം അത് പൂർത്തീകരിക്കുന്നുള്ള ഞങ്ങളെ സ്തുതിക്കുന്നു. എല്ലാം മഹത്വത്തേക്ക് ഇന്ന് വന്നേക്കും തന്നെ. ആമേൻ.